the last 10. I ran away with my life, fast forward, never turn back again. നിങ്ങളെ ഇതേ ഡ്രസ് തന്നെ ഇട്ട് പോവാണെങ്കിലും നിനക്ക് മാറായിരുന്നു അല്ലേ? എന്തിനാ അല്ലെങ്കിലും ഈ ഡ്രസ്സ് നമ്മള് സെയിം ഡ്രസ്സ് പിന്നെ ഇടുണ്ടെങ്കിലും സെയിം ആൾക്കാരല്ല കാണുന്നത്. ഇപ്പൊ നമ്മള് പോണ ഫംഗ്ഷനില് ഒരു ആൾക്കാരും ഈ ഡ്രസ്സ് കണ്ടിട്ടില്ല. പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മള് പിന്നെ കണ്ടിട്ടുണ്ടാവും. മമ്മിയൊക്കെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനിത് കുറെ പ്രാവശ്യമായി ഇടുന്നു. നോ പ്രോബ്ലം. പണ്ടത്തെ എന്റെ സ്വഭാവമാണെങ്കിൽ സമ്മതിക്കില്ലല്ലോ. പണ്ട് കോമഡി ആയിരുന്നു. എന്നിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കളർ ഡ്രസ് ആണല്ലോ ഇടുക. അപ്പൊ പുതിയ ഡ്രസ് ഇല്ലെങ്കിൽ, അത് ആരും കാണാത്ത ഡ്രസ് ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. പിന്നെ പുതിയൊരു ഡ്രസ്സ് സെറ്റായിട്ടേ പോളൂ. പുതിയ ഡ്രസ്സ് വേണമെന്നില്ല, അത് കാണാൻ പാടില്ല. അത് കാണാത്തൊരു ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പണ്ട്. അതൊക്കെ ഒരു കാലം. അപ്പൊ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഒരു ദിവസം പോയില്ല. എന്നിട്ട് അപ്പൊ എന്റെ ഫ്രണ്ട് എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ചു. അപ്പൊ അവളുടെ പപ്പയും ഞാനും കമ്പനിയാണ്. അപ്പൊ അവളുടെ പപ്പ എന്നോട് ചോദിച്ചു, നീ എന്താ സ്കൂളിൽ വരാഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, അപ്പൊ ഓൾറെഡി അവള് പറഞ്ഞിട്ടുണ്ട് പുതിയ ഡ്രസ് ഇല്ലാത്തതുകൊണ്ടാണെന്നോ അങ്ങനെ എന്തോ. അപ്പൊ ആള് ചോദിച്ചു, ക്രിസ്റ്റീന സിനിമാ നടിയൊന്നും ഇല്ലല്ലോ, ക്രിസ്റ്റീന സിനിമാ നടിയൊന്നും അല്ലല്ലോ, പുതിയ ഡ്രസ്സ് മാത്രിട്ട് സ്കൂളിലേക്ക് വരാനോ അങ്ങനെ പറയാമേ. അപ്പൊ അങ്കിൾ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊക്കെ വൃത്തിയായിട്ട് ഓർത്തിട്ടുണ്ട്. പിന്നെ അങ്കിള് നല്ല കോമഡിയായിട്ടാണ് ചോദിച്ചത്. അപ്പം പിന്നെ അത് ഞാൻ ഓർത്തിരിക്കണല്ലോ, കാരണം അങ്കിളിനെ ഞങ്ങള് ഈ ഒരു അടുത്ത് കണ്ടായിരുന്നു. ആളിത് പറഞ്ഞപ്പോ പറഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ ചെടുന്നുണ്ടായിരുന്നു. അല്ല, ഡ്രസ്സ് മാത്രം പോരാ, മാച്ചിന് കമ്മല് വേണം, മാല വേണം, അപ്പൊ എന്തൊക്കെയായിരുന്നു. സോറി മമ്മി. And I was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Life lessons come one in a dozen. The other 11 get something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure. One day I'll be. എന്താണ്, നമ്മൾ ചക്കക്കുരു കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 വിസിലടിക്കണം അല്ലേ? ഒരു 4 വിസിലടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 5-6 വിസിലടിച്ചോട്ടെ. നമ്മൾ ഒരു 5-6 വിസിൽ അടിക്കണം. അപ്പോൾ ആദ്യത്തെ വിസിലായി. അതിന് ശേഷം നമ്മൾ തേങ്ങ അരയ്ക്കണം. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അല്ല തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്കൊരു മാങ്ങയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം.
ഒരാളിയുടെ കൂടെ മാങ്ങ പറിക്കാൻ പോവുകയാണ്. Maybe the biggest question was in the last chapter. അമ്പക്കമരം. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Yes, there's ഇവിടെയൊക്കെ പഴുത്ത ചാമ്പക്കുണ്ടല്ലോ. പഴുത്ത ചാമ്പക്കുണ്ട് ഇവിടെ. ഓ ഇവിടെ ഇപ്പൊ അവിടെ കണ്ടല്ലോ. ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നല്ലോ മക്കളെ, അതെന്തുവാ? ആ അതാ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അത് കാണിച്ചല്ലോ. വല്ലാത്ത ബീൽ. പോരാളി എവിടും പേടിച്ചു. ഓക്കെ അപ്പോൾ മാങ്ങ പറിച്ചു. ഒരു മാങ്ങ റെഡിയാക്കുകയാണ്. കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചക്കക്കുരുമാങ്ങ ചമ്മന്തി. സൂപ്പർ. ഓക്കെ, ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിട്ടെ. നീലാകാശം കണ്ടോ ഇല്ലെന്നാരോ ചൊല്ലുന്നേ, കണ്ണാൻ കള്ളത്താക്കൊല്ലിക്കും വെള്ളിപ്പക്ഷിക്കൊപ്പം നീലയിൽ താറും താരം. കുറുമ്പുകെട്ടുറുമ്പ് കൂട്ടം കപ്പ ബിരിയാണി അഥവാ എല്ലും കപ്പയും റെഡിയായിരിക്കുകയാണ്. നമ്മൾ കുളിച്ച് റെഡിയായി വന്നേക്കാണ് അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇങ്ങനെയാണ് നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിനകത്തേക്ക് തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്യുത്തമം. അതിനുശേഷം പഞ്ചസാര ഇടുക. പഞ്ചസാര ഡിസോൾവ് ആവണം, അഴുക്കണം. അത് നന്നായിട്ട് അതിനെ ഇളക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിന് 2 നാരങ്ങയല്ലേ, ഒരു മുറി നാരങ്ങ, ഒരു ചെറിയ നാരങ്ങ. ഇതാണ് ചെറിയ നാരങ്ങ. ഇനി നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത്. കൈ കൊണ്ട് പിഴിഞ്ഞാലേ മമ്മിക്കൊരു സമാധാനമുള്ളൂ, അല്ലാണ്ടൊരു സ്വസ്ഥത ഇല്ല. അതിനുശേഷം നന്നായിട്ട്
നമ്മളെ ഇളക്കി കുടിക്കണം. അതെ, അമ്മ നാരങ്ങ വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആ അല്ല അല്ല, അഭിപ്രായം വീഡിയോയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ വന്നതായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇല്ല, എനിക്ക് കാര്യമില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ എല്ലും കഫെ റെഡി ആയിട്ടുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് മാത്രം ഇഷ്ടമില്ലാത്തുള്ളൂ. സ്വസ്ഥതയായി. രാത്രിയിലൊരു മുട്ട പൊരിച്ചതും കൂടെ കറികളിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ മമ്മിയുടെ ജാമ്പയ്ക്ക കഴിക്കുന്നു. എങ്ങനെയുണ്ട്? ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമേ കഴിക്കാറുള്ളൂ. സോ ഞാൻ ചോറ് കഴിക്കുന്നു. അങ്ങനെ ആദ്യം ചെയ്യരുത്, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള എങ്ങനെ ചെയ്യാം. അങ്ങനെ ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ശരി, ബൈ. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചാമ്പയ്ക്കുള്ളവരെ കളയാണ്ടെല്ലാം തിന്നുക. ഇത് അത്ര മധുരമുള്ള ചാമ്പയ്ക്കല്ല, ഒരു വെള്ളം കുടിക്കുന്നതിന് പകരം ഇതൊരു 5 വീതം കഴിക്കുക. ഓ ഐ സി. അതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ചൂട് കാലത്ത്. അപ്പം എനിക്ക് പറയാനുള്ളത് മിക്സറൊക്കെ ഇടയ്ക്ക് കഴിക്കാം അല്ലേ? മിക്സർ കഴിക്കരുത്, ഇടയ്ക്കൊന്നും കഴിക്കരുത്, തലയ്ക്കും കഴിക്കരുത്. ഓക്കെ ശരി, ബൈ. ഇന്നലെ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതും അതിലേക്ക് ചേരാൻ പോവുകയാണ്. നമ്മൾ ചോറിനാനുള്ള ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ആദ്യമായിട്ടൊരു ഇന്നലത്തെ കറി തന്നെയാണ് ഇന്നും. അതൊരു പ്രശ്നമാണ്. ഇന്നലത്തെ കറി തന്നെയാണ് ഇന്നെന്ന് പറയാൻ പറ്റില്ല. ഇന്നിവിടെ വെണ്ടയ്ക്ക വഴുതനങ്ങ തോരനുണ്ട്, ഫ്രഷ് ആയിട്ട് വെച്ചത്. പക്ഷെ എനിക്കത് വേണ്ട. അപ്പോൾ അതില് അതെ, അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ട പൊരിച്ചതും പിന്നെന്താണ് ചക്കക്കുരു മാങ്ങയാണ് ഉള്ളത്. ഇത്ര ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ലക്ഷറി ആയി. ഞാൻ പറഞ്ഞു മമ്മിയോടേക്ക് മുട്ട പൊരിച്ച് തരണ്ട, ഈ ചക്കക്കുരു മാങ്ങ മാത്രം മതി, പിന്നെ ചമ്മന്തി ഉണ്ട്, അത്ര മതി എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അപ്പൊ ഒരാളിക്ക് എനിക്ക് പ്രോട്ടീൻസ് തരുന്നു പറഞ്ഞിട്ട് നിർബന്ധിച്ച് മുട്ട പൊരിക്കുകയാണ്. അപ്പോൾ അതാണ്, നമുക്ക് മുട്ട പൊരിക്കാം.
അപ്പോൾ സൂപ്പറായിട്ട് നിറഞ്ഞു വന്നിരിക്കുകയാണ്. മറിഞ്ഞ് വന്നതല്ല, മമ്മി മറിച്ചിട്ടു. അപ്പോൾ നമുക്ക് ചോറുണ്ടോ പുതിയ തവിയാണ്. അപ്പോൾ നല്ല തവിയാണ്, അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടും. ഇതിന് 3 തവി ചോറായിരിക്കും. അയ്യോ ഒരു തടി കൂടുതലുള്ള മമ്മിക്ക് മതി മതി മതി, കുറച്ചും കൂടെ മതി 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 മതി. വേണ്ട മമ്മി, വേണ്ട 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 വേണ്ട, ഇതന്നെ കൂടുതലാട്ടോ. എൻ്റെ ഈശ്വരാ, മമ്മിക്ക് ഞാൻ എത്ര കഴിച്ചാലും മതിയാവില്ല. കാലത്ത് തന്നെ വന്നിട്ട് 2 വലിയ പീസ് മാങ്ങ കഴിച്ച് എന്നോടാണ് മമ്മി ഇത് പറയുന്നത്. കഷ്ണമൊന്നും വേണ്ട, മതി. അരിച്ച് തന്നിരിക്കാം. മതി മതി. ഈശോ, പ്രസന്റേഷൻ സ്കിൽഫുള്ളി. ഓക്കെ, ഇവിടെ എല്ലും കപ്പയൊക്കെ വന്നപ്പോൾ ഒരാൾക്ക് ഉണക്കസ്രാവ് മൈൻഡില്ലാണ്ടായി, അല്ലെങ്കിൽ ഉണക്കസ്രാവ് ജീവനുള്ള ആളായിരുന്നു. എല്ലും കപ്പ വന്നപ്പോൾ സ്രാവിനെ തഴഞ്ഞു. കുഴപ്പമില്ല. സ്രാവ് ഒരു 1 2 3 4 വെണ്ടയ്ക്ക വഴുതനങ്ങ തോരൻ. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. Life lessons come 1 in a dozen. The other 11 get something from nothing. I sit here looking for an answer. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ച വർഷമായിരിക്കും 2024. ആ ഒരു മാച്ചിങ് വൈബ്സ്. അടുക്കളപ്പണിയുടെ ഇടയ്ക്ക് മുടി ചീക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ മുടി ചീകേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒതുക്കി വെച്ചാൽ ചീയ പോലെ ഇരുന്നോളൂ. അത് ഞാൻ ചെയ്യാത്ത ദിവസം ക്യാമറ കൊണ്ട് വരുന്നതല്ല, എനിക്ക് എടുക്കാൻ ഒരു മൂടുള്ളപ്പോഴാണ് ഞാൻ എടുക്കണത്. അപ്പം ആരെങ്കിലും മുടി ചെയ്യോ ഒന്നും ഞാൻ നോക്കാറില്ല. അങ്ങനെ ഓരോ ദിവസം എഡിറ്റ് ചെയ്യാൻ മടിയാവുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടി വരും. ചോറിനിട്ടാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു കാര്യം ചെയ്യാനുണ്ട്, എത്രയും പെട്ടെന്ന് അർജൻറ്റായിട്ട് തന്നെ ഒരു സിനിമ കാണണം. അതുകൊണ്ട് വേഗം ചോറിനിട്ട് വേണം അത് കാണാൻ. അല്ലേ മമ്മി? മമ്മി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു സിനിമ കാണാൻ അങ്ങോട്ട് കൂടെ ഇരിക്കും. സിനിമയുടെ പേരിൻ്റെ ഒന്നുമല്ലത്, ഇൻട്രസ്റ്റിംഗ് മൂവിയാണോ അതൊന്നും അല്ല കാര്യം. സിനിമ വെക്കുക, എന്നിട്ട് അതിൻ്റെ പേരിങ്ങനെ എഴുതി കാണിക്കുന്നു, അത്രയും മമ്മി കാണും. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നായികനെയൊക്കെ ഒന്ന് സ്ക്രീനിൽ കണ്ടിട്ട്, ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് സ്ക്രീനിൽ കണ്ടിട്ട് പിന്നെ ഉറങ്ങും. പിന്നെ ശുഭനിദ്രയല്ലോ, പക്ഷേ സുഖനിദ്ര. അതിനുശേഷം ക്ലൈമാക്സ് അങ്ങോട്ട് ആകുമ്പോൾ എനിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് ആ ക്ലൈമാക്സ് എങ്ങനെ അത് അറിയണമെന്ന് അറിയില്ല, പക്ഷെ കറക്റ്റ് അതങ്ങോട്ട് അറിഞ്ഞ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എനിക്കും കൈയോട്ടും അതാണ് മമ്മിയുടെ കൂടെ സിനിമ കാണാതിരുന്നുള്ള എൻ്റെ ഒരു അവസ്ഥ. ഞാനാണെങ്കിൽ ചില സമയത്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ സിനിമകളും മമ്മിക്ക് വെച്ച് കൊടുക്കുന്നത്. മമ്മി ഇത് കാണുമ്പം എനിക്ക് മമ്മിയുടെ എക്സ്പ്രഷനൊക്കെ കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് ഞാൻ ആ സിനിമ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട്, മമ്മിയാണെങ്കിൽ കാണുന്ന ഉറങ്ങി മനുഷ്യൻ്റെ. എന്നിട്ട് ഇന്നലെ രാത്രി പറയണ്ടായിരുന്നു ഉണ്ണി ഒരു നല്ല സിനിമ വെച്ച് അല്ല ഇന്നലെ അല്ല മിനിയാന്ന് പറഞ്ഞു ഉണ്ണി നല്ലൊരു സിനിമ വെച്ച് കാണാം. അപ്പോൾ കൊള്ളാം മമ്മി ഇങ്ങോട്ട് പറയണം. അപ്പോൾ ഞാൻ വെച്ച താമസം ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ, അപ്പോൾ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ മമ്മീനോട് പറഞ്ഞു
എന്താ നല്ല സിനിമയൊക്കെ അപ്പം തന്നെ മമ്മിക്ക് കടന്നുറങ്ങാനല്ലേ അതുകൊണ്ട് ഞാൻ ഇന്നലെ സിനിമ വെച്ചില്ല. അതിന് പകരം എന്താ ഏതൊരു ഇൻ്റർവ്യൂ വെച്ചു. അതിൽ ആ ആൾ ഒന്ന് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ മമ്മി കടന്നുറങ്ങി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ അങ്ങനത്തെ രസകരമായ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. പക്ഷെ സാരമില്ല, മമ്മി ആകെ ആ സമയത്താണൊന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ മമ്മി ആ സിനിമയുടെ ആ താരാട്ട് പാട്ടിൽ അങ്ങനെ കടന്നുറങ്ങുന്നു. ഞാൻ അതിൻ്റെ ഫുള്ള് കണ്ടിട്ടാണ് കിടന്നേ. നല്ല ഉള്ളതായിരുന്നു. ഇങ്ങനത്തെ എത്ര കാര്യങ്ങളൊക്കെ പറയാൻ കിടക്കണം. പക്ഷെ അങ്ങനെ ഓർമ്മ വരണ്ടേ. കണ്ട സിനിമകളും ഉണ്ട് കേട്ടോ, അങ്ങനത്തെ ഉണ്ട്. അല്ല, ഞാൻ ആലോചിക്കുന്നു സ്കൂളിൽ എന്താ പറയുക, ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ചോറുണ്ട് കഴിയുക. സംസാരിച്ച് എനിക്ക് സംസാരിക്കണതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള കഴിവില്ല. എല്ലാ കഴിവും ഒരാൾക്ക് കൊടുക്കില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ സംസാരിക്കും, കൂടുതലുള്ളവർ സംസാരിക്കും, പക്ഷെ അവർ സംസാരിക്കണതിൻ്റെ കൂടെ കഴിക്കും. ലാസ്റ്റ് അവരെനിക്ക് പോകും, ഞാനവിടെ ഇരിക്കുന്നുണ്ടാവും. പ്രേമിക്കൂടോ നീ സുമ്മാവാരികേ മനസ്സങ്ങ് നീറണേ മനസ്സോടെ നീയാ. ഇരിക്കൂ. അമ്മയായിട്ടുള്ള കുറച്ച് ചർച്ചകളിൽ നമുക്ക് ഏർപ്പെടാം. അമ്മയായിട്ട് കുറച്ച് ചർച്ചകളിൽ നമുക്ക് ഏർപ്പെടാം. മനസ്സങ്ങ് നീറണേ മനസ്സോടെ നീയാ. മമ്മി ആകെ റെസ്റ്റ് ചെയ്യണത് സിനിമ കാണുമ്പോഴാണല്ലോ. അപ്പൊ സിനിമ കാണുമ്പോൾ ഉറങ്ങാൻ അല്ല, പക്ഷെ ഉറങ്ങാണ്ട് കാണുന്ന സിനിമകളുണ്ട്. അമ്മ നല്ല സുന്ദരിയായി ഇപ്പൊ. അല്ല ശരിക്കും ആ നീരൊക്കെ പോയി.